friends, welcome to English Mithra. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ കോമൺ ആയിട്ട് മലയാളത്തിൽ സംസാരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന മലയാളം വാക്കുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന വാക്കുകൾ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ നമ്മുടെ ബേസിക് വാക്കുകളാണ്. ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്, അതായത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വാക്കുകളുടെ ഇംഗ്ലീഷ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് വാക്കാണ് വാങ്ങുക. എന്തെങ്കിലും ഒരു വസ്തു വാങ്ങുക, എസ്പെഷ്യലി നമ്മൾ വില കൊടുത്ത് എന്തെങ്കിലും ഒരു വസ്തു വാങ്ങുകയാണെങ്കിൽ അതിന് നമ്മൾ ബൈ എന്ന വാക്കാണ് യൂസ് ചെയ്യുക. ബൈ. ഓക്കെ, കാഷ്വൽ കോൺവെർസേഷനിൽ നമ്മൾ ബൈ എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. ഒഫീഷ്യൽ കോൺവെർസേഷൻ, ഫോർമൽ കോൺവെർസേഷൻ, നമ്മളിപ്പോൾ ഓഫീസിലൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ ബൈ എന്നുള്ള വാക്കിന് പകരം നമുക്ക് പർച്ചേസ് എന്ന വാക്ക് യൂസ് ചെയ്യാം. പർച്ചേസ്. ഓക്കെ, എന്തെങ്കിലും ഒരു സാധനം വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ ബൈ അല്ലെങ്കിൽ പർച്ചേസ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. ഇനി വാങ്ങി, അതായത് ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു അല്ലെങ്കിൽ വാങ്ങി എന്ന് പറയാനായിട്ട് നമ്മൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയാം? അതിന് നമുക്ക് ഒന്നെങ്കിൽ ബോട്ട് എന്ന് പറയാം. സ്പെല്ലിങ് ശ്രദ്ധിക്കാം. ബോട്ടാണ്, ബ്രോട്ട് അല്ല. ബോട്ട് അല്ലെങ്കിൽ പർച്ചേസ്ഡ് എന്ന് പറയാം. പർച്ചേസ്ഡ്. ഓക്കെ, ഒന്നെങ്കിൽ ബോട്ട് അല്ലെങ്കിൽ പർച്ചേസ്ഡ് എന്ന് പറയാം. വാങ്ങുക ബൈ അല്ലെങ്കിൽ പർച്ചേസ്, വാങ്ങി ബോട്ട് അല്ലെങ്കിൽ പർച്ചേസ്ഡ്. ഓക്കെ, ഇനി അടുത്ത വാക്ക് പഠിപ്പിക്കുക. പഠിപ്പിക്കുക എന്നുള്ള വാക്കിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ടീച്ച് എന്നാണ്. ടീച്ച്. ഓക്കെ, ടീച്ച് എന്നാണ് നമ്മൾ പറയാം. ദി ടീച്ചേഴ്സ് ടീച്ച് ദെയർ സ്റ്റുഡൻസ്. ടീച്ച് എന്ന വാക്കാണ് നമ്മൾ പഠിപ്പിക്കുക എന്ന വാക്കിന് പകരം ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. ഇനി പഠിപ്പിച്ചു എന്നുള്ളതിന് എന്ത് പറയും? അവൾ എന്നെ പഠിപ്പിച്ചു എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? അവിടെയാണ് നമ്മൾ ടോട്ട് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. പഠിപ്പിച്ചു, ടോട്ട്. പഠിപ്പിക്കുക ടീച്ച്, പഠിപ്പിച്ചു ടോട്ട്. അവൾ എന്നെ പഠിപ്പിച്ചു, ഷീ ടോട്ട് മീ എന്നാവും. ഓക്കെ, സോ പഠിപ്പിച്ചു എന്നുള്ളതിന് ടീച്ച്ഡ് എന്ന് പറയരുത്, ടോട്ടാണ് കറക്റ്റ് യൂസേജ്. ഓക്കെ, ഇനി അടുത്ത വാക്ക് സംസാരിക്കുക. സംസാരിക്കുന്നത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? സംസാരിക്കുക എന്നുള്ളതിന് അതിന് നമുക്ക് പറയാൻ പറ്റുന്ന വാക്കാണ് സ്പീക്ക്. നിങ്ങൾ സംസാരിക്കണം. യു ഷുഡ് സ്പീക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ഇനി സംസാരിച്ചു, ഞാൻ സംസാരിച്ചു എന്നെങ്ങനെ പറയും? അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് സ്പോക്ക്. ഞാൻ സംസാരിച്ചു, ഐ സ്പോക്ക് എന്ന് വെച്ചാൽ സംസാരിച്ചു. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം സ്പോക്ക്. ഇനി അടുത്തത് ആകുക. എന്തെങ്കിലും ഒരു സാധനം ആകുക. ഓക്കെ, നീ ഒരു ഡോക്ടർ ആകണം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാൻ പറ്റും? ആ സാഹചര്യത്തിലാണ് നമ്മൾ ബിക്കം എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. യു ഷുഡ് ബിക്കം എ ഡോക്ടർ. നീ ഒരു ഡോക്ടർ ആകണം. എനിക്കൊരു ഡോക്ടർ ആകണം. ഐ വോണ്ട് ടു ബിക്കം എ ഡോക്ടർ. സോ ബിക്കം എന്ന വാക്കെന്ന് പറയുന്നത് ആകുക എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കാണ്. ഓക്കെ, ഇനി ആയി എന്നെങ്ങനെ പറയണം? അവളൊരു ഡോക്ടറായി, അല്ലെങ്കിൽ അവളൊരു ടീച്ചറായി, അല്ലെങ്കിൽ അവളൊരു പെയിൻറ്ററായി എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ആയി എന്നുള്ളതിന് നമ്മൾ ബിക്കെയിം എന്നാണ് പറയുന്നത്. ബിക്കെയിം. ഓക്കെ, ബിക്കെയിം. ആകുക ബിക്കം, ആയി ബിക്കെയിം എന്നാണ് പറയുക. ഓക്കെ, അവളൊരു പെയിൻറ്ററായി, ഷീ ബിക്കെയിം എ പെയിൻറ്റർ. അല്ലെങ്കിൽ അവളൊരു ടീച്ചറായി, ഷീ ബിക്കെയിം എ ടീച്ചർ. അല്ലെങ്കിൽ അവനൊരു ഡാൻസറായി, ഹി ബിക്കെയിം എ ഡാൻസർ. സോ ആയി എന്നുള്ളതിന് ബിക്കെയിം എന്നാണ് പറയേണ്ടത്. ഇനി അടുത്തത് തുടങ്ങുക എന്നുള്ളതിന് നമുക്ക് രണ്ട് രീതിയിൽ ഇംഗ്ലീഷിൽ പറയാം. ഫസ്റ്റ് സ്റ്റാർട്ട്. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു വാക്കാണ് സ്റ്റാർട്ട് എന്നുള്ളത്. വേറൊരു വാക്ക് കുറച്ചുകൂടി ഫോർമലായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വാക്കാണ്, കുറച്ചുകൂടി നല്ലൊരു വാക്ക് ബിഗിൻ. ഓക്കെ, ബിഗിൻ. സിനിമ ഇപ്പോൾ തുടങ്ങും. ദ മൂവി വിൽ ബിഗിൻ നൗ. ഓക്കെ, സോ ബിഗിൻ എന്നുള്ളതാണ് നമ്മൾ തുടങ്ങുക എന്നുള്ള വാക്കിന് പകരം ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വാക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് യൂസ് ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ബിഗിൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് തുടങ്ങി എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? സിനിമ തുടങ്ങി എന്നെങ്ങനെ പറയും നമ്മൾ ഇംഗ്ലീഷിൽ? തുടങ്ങി എന്നുള്ളതിന് നമ്മൾ ബിഗാൻ എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റാർട്ടഡ് എന്ന് പറയാം. ദ മൂവി ബിഗാൻ അറ്റ് 11 o'clock എന്ന് പറയാം. സോ ബിഗാൻ എന്ന് വെച്ചാൽ എന്താണ്? തുടങ്ങി. തുടങ്ങുക എന്ന് വെച്ചാൽ ബിഗിൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങി എന്നുള്ളതിന് സ്റ്റാർട്ടഡ് പറയാം, തുടങ്ങുക എന്നുള്ളതിന് സ്റ്റാർട്ടും പറയാം. ഓക്കെ, ഇനി അടുത്തത് കടം കൊടുക്കുക. എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് പൈസ നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുക എന്നുള്ളത് എങ്ങനെ പറയും ഇംഗ്ലീഷിൽ?
സോ കടം കൊടുക്കുന്ന ആ ഒരു ആക്ഷനെയാണ് നമ്മൾ ലെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ലെൻഡ്. ഐ ഓൾവേസ് ലെൻഡ് മണി ടു അതേഴ്സ്. ഞാൻ എപ്പോഴും ആളുകൾക്ക് പൈസ കടം കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ലെൻഡ് എന്ന് വെച്ചാൽ കടം കൊടുക്കുക എന്നാണ് അർത്ഥം. ഇനി കടം കൊടുത്തു എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? കടം കൊടുത്തു എന്ന് പറയാനായിട്ട് നമ്മൾ ലെൻഡ് എന്നാണ് പറയുന്നത്. ലെൻഡും ലെൻറ്റും ടി ആണ് അവസാനം വരിക, ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. ലെൻഡ്. ഐ ലെൻഡ് ഹിം സം മണി യെസ്റ്റർഡേ. ഞാൻ അവൻ ഇന്നലെ കുറച്ച് പൈസ കടം കൊടുത്തു. സോ കടം കൊടുത്തു എന്ന് ലെൻഡ്, കടം കൊടുക്കുക എന്നുള്ളതിന് ലെൻഡ്. ഓക്കെ, ഇനി അടുത്തത് പണം അടയ്ക്കുക. എവിടെയെങ്കിലും നമ്മൾ പണം അടയ്ക്കുക. ഇപ്പം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു, ബില്ല് വന്നു, അതിൻ്റെ പണം നമ്മൾ അടയ്ക്കുക. അത് നമ്മൾ എന്താ പറയുന്നത്? ഞാൻ എപ്പോഴും ബില്ല് അടയ്ക്കും എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? പണം അടയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ബില്ല് അടയ്ക്കുന്നതിന്, ഒരു തുക അടയ്ക്കുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ, അതിപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങിച്ചു, ചിലപ്പോൾ ഒരു മിഠായി വാങ്ങിച്ചു, ആ മിഠായിക്ക് നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പണം കൊടുക്കുകയാണ് അല്ലേ, പണം അടയ്ക്കുകയാണ് അവിടെ, ആ ബില്ലിൻ്റെ പണം അടയ്ക്കുകയാണ്. അപ്പോൾ പണം അടയ്ക്കുക എന്നുള്ള സാഹചര്യത്തിൽ, എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിച്ചിട്ട് അതിന് പണം കൊടുക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു ആക്ഷൻ നമ്മൾ പറയുന്ന വാക്കാണ് പേ. ഓക്കെ, പേ. പേ എന്ന് പറഞ്ഞാൽ പണം അടയ്ക്കുക. ഐ ഓൾവേസ് പേ ഫോർ മൈ തിങ്സ്. ഞാൻ എൻ്റെ സാധനങ്ങൾക്ക് എപ്പോഴും പണം അടയ്ക്കും. ഞാൻ എന്ത് സാധനം വാങ്ങിച്ചാലും അതിന് പണം അടയ്ക്കും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ പേ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി പണം അടച്ചു എങ്ങനെയാണ് പറയുന്നത്? ഇന്നലെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഫുഡ് കഴിക്കാൻ പോയി, അവിടുത്തെ ബില്ല് ഞാനാണ് അടച്ചത്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അവിടെ നമ്മൾ പണം അടച്ചു എന്ന് പറയുന്നതിന് പെയ്ഡ് എന്നാണ് പറയുന്നത്. ഐ പെയ്ഡ് ദ മണി. ഞാൻ പണം അടച്ചു. സോ പെയ്ഡ് പണം അടച്ചു, പേ പണം അടയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകളെല്ലാം നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ വാക്കുകൾ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങളിത് മറക്കാതെ ഓർത്ത് വയ്ക്കുള്ളൂ. എഴുതി പഠിച്ചുകൊണ്ട് കാര്യമില്ല ഗൈസ്. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ കോഴ്സ് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. English Mithra. Stop worrying, start learning.